ഇനി അമേരിക്കയിലേക്ക് പോകുകയാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് ഇറാൻ. നിലവിൽ അമേരിക്കയുമായി ഔദ്യോഗിക ചർച്ചകൾക്ക് താൽപ്പര്യമില്ലെന്നും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കി. ഇറാന്റെ നേതാക്കൾ അമേരിക്കയുമായി ഒത്തുതീർപ്പിലെത്താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. പരാജയം അംഗീകരിച്ച് സമാധാനത്തിന് തയ്യാറായില്ലെങ്കിൽ ഇറാൻ മുൻപെങ്ങുമില്ലാത്ത പ്രഹരം നേരിടേണ്ടി വരുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. എല്ലാ ദിവസവും ഈ രീതിയിലുള്ള ഇറാൻ ഈ ചർച്ചകൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്നു. ചർച്ചകൾ നടക്കുന്നതായുള്ള സൂചനകളും വരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായി ഇറാന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായ പ്രതികരണങ്ങൾ വരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പറയുന്നത് നിലവിൽ ചർച്ചകൾക്ക് താല്പര്യമില്ല, അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്നാണ്. പ്രായോഗിക തലത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഗോകുൽ, ദിൽന. ഈ സമയം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഒഫീഷ്യൽ അല്ലാതുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇറാൻ ഭരണകൂടം സമാധാന കരാറിനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ അവര് സ്വന്തം ജനതയെ ഭയന്ന് അത് പുറത്തു പറയാതിരിക്കുകയാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇത് വാഷിങ്ടണിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു വിരുന്ന് നടന്നിരുന്നു. അവിടെ വെച്ചാണ് ട്രംപ് ഇറാനുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ അവിടെ ഉള്ളവരുമായിട്ട് പങ്കുവെച്ചത്. ഇറാനുമായിട്ട് നിലവിൽ അമേരിക്ക ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും ട്രംപ് പറയുന്നു. അവർക്ക് ഒരു കരാറിലെത്തുവാൻ വളരെ ആഗ്രഹമുണ്ട്. എന്നാൽ സ്വന്തം ജനതയെ അല്ലെങ്കിൽ അമേരിക്കയോ ഇസ്രയേലോ അവരുടെ നേതാക്കളെ വധിക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഇതിലൊരു ഡിലേ വരുന്നതെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ അമേരിക്ക സമർപ്പിച്ച 15 സമാധാന നിർദ്ദേശങ്ങൾ ഇറാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ മുഖേന കൈമാറിയ ഈ നിർദ്ദേശങ്ങളോട് പ്രതികരിക്കവേ യുദ്ധം അവസാനിപ്പിക്കുവാൻ തങ്ങളുടേതായ 5 നിബന്ധനകൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ വാഷിങ്ടണുമായിട്ട് നേരിട്ടുള്ള ചർച്ചകൾക്കൊന്നും ഇപ്പോൾ ഒരു താല്പര്യവുമില്ലെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുവാൻ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിബന്ധനകൾ ഇതൊക്കെയാണ്. അതായത് ഹോർമൂസ് കടലിടുക്കിന്റെ മേൽ ഇറാന് പരിപൂർണ അധികാരം വേണം, അത് അംഗീകരിക്കണം. അതുമാത്രമല്ല, ഇതുവരെ ഉണ്ടായ യുദ്ധം മൂലമുണ്ടായ നഷ്ടപരിഹാരം അമേരിക്കയും ഇസ്രായേലും നൽകണം. ഇറാനെതിരെയുള്ള സൈനിക നടപടികളെല്ലാം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഏതൊരു സീസ് ഫയറിലും ലെബനനെയും കൂടെ ഉൾപ്പെടുത്തണം. അതായത് ഹിസ്ബുള്ളക്കെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാതെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റില്ലെന്നാണ് ഇറാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മധ്യസ്ഥരായിട്ട് ഉള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം നിലവിൽ അമേരിക്കയുമായി യാതൊരു ചർച്ചകളും നടക്കുന്നില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി പറയുകയും ചെയ്യുന്നുണ്ട്. മധ്യസ്ഥർ വഴി സന്ദേശങ്ങളൊക്കെ കൈമാറുന്നു, പക്ഷെ അതൊന്നും ഒരു ചർച്ചകളായിട്ട് കാണാനാവില്ലെന്നും ശത്രുക്കൾക്കായിട്ട് ഈ ഹോർമൂസ് കടലിടുക്കൊന്നും തുറന്നു കൊടുക്കുന്ന പ്രശ്നമില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം അമേരിക്ക മുന്നോട്ട് വെച്ച 15 വെടിനിർത്തൽ കരാറിനെ കുറിച്ച് പ്രതികരിക്കുവാൻ വൈറ്റ് ഹൗസ് തയ്യാറായിട്ടില്ല. ഇന്ന് പതിവ് മാധ്യമങ്ങളുമായിട്ട് കാണുമ്പോൾ കാരോലിൻ ലെവിറ്റ് പറഞ്ഞത് മാധ്യമങ്ങൾ പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ ഒന്നും പൂർണ്ണമായിട്ടും ശരിയല്ല. കാരോലിൻ ലെവിറ്റ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയാണ്. ഔദ്യോഗികമല്ലാത്ത സോഴ്സുകളിൽ നിന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ജാഗ്രത വേണമെന്ന് മാധ്യമപ്രവർത്തകർക്ക് ലെവിറ്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പ്രചരിക്കുന്ന ഈ 15 പോയിന്റ് സമാധാന പദ്ധതിയോട് വൈറ്റ് ഹൗസ് ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല. ഇതിലൊക്കെ ചില കാര്യങ്ങളിൽ സത്യമുണ്ടെങ്കിലും പല കാര്യങ്ങളും വസ്തുതാ വിരുദ്ധമാണെന്നാണ് ഈ കാരോലിൻ ലെവിറ്റ് പറയുന്നത്. ഇറാനിലെ ഏത് പ്രതിനിധികളുമായിട്ടാണ് ഇപ്പോൾ ചർച്ച നടത്തുന്നതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഈ ചർച്ചകൾ നടത്തുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കുവാൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല, ഈ ഇറാൻ ഈ സമാധാന നീക്കങ്ങളെ വില കുറച്ച് കാണരുത്. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിശക്തമായ രീതിയിൽ സൈനിക രീതിയിൽ പ്രഹരം നേരിടേണ്ടി വരുമെന്ന് കാരോലിൻ ലെവിറ്റ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇറാന് ഈ പിന്തുണ അതേസമയം ഈ ഇറാന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോഴും യുദ്ധത്തിൽ നേരിട്ട് ഇടപെടില്ല എന്നുള്ളൊരു നിലപാടെടുത്തിരിക്കുകയാണ് യമനിലെ ഹൂതി വിമതർ. യുദ്ധത്തിൽ ചേരണമോ എന്ന കാര്യം ഇറാന്റെ നിർദ്ദേശപ്രകാരമല്ല, അവർ സ്വന്തമായിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. പക്ഷേ നമുക്ക് ഏറ്റവും ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്ത വരുന്നത് കുവൈറ്റിൽ ഗൾഫ് നേതാക്കളെ വധിക്കുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ 6 അംഗ സംഘത്തെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുമായി ബന്ധമുള്ളവരാണ് ഇവർ. ഇതിൽ കുവൈറ്റ് പൗരന്മാരും ഉൾപ്പെടുന്നുണ്ട്. ഗോകുൽ, ദിൽന. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എല്ലാ രാജ്യങ്ങളും ജാഗ്രതയിലാണ്. പക്ഷേ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ പ്രതികരണങ്ങൾ അതിനെ പലപ്പോഴും തള്ളിക്കളയുകയാണ് ഇറാൻ. എന്തായാലും ഒരു പുകമറയ്ക്ക് പിന്നിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. ആ ചർച്ചകൾ ആരുമായിട്ടാണെന്നോ അല്ലെങ്കിൽ ആരൊക്കെയാണ് ഈ ചർച്ചയിൽ ഇൻവോൾവ് ചെയ്യുന്നതെന്നോ കാര്യങ്ങളും ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇന്നലെ രാത്രിയായിട്ടും ഇന്നത്തെ 2 മണിക്കൂർ മുമ്പായിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ നടപടി വേണമെന്നാണ്. ഐക്യരാഷ്ട്രസഭ എന്താണ് ഈ വിഷയത്തിൽ നടപടി എടുക്കുന്നത് വളരെ കൗതുകത്തോടെയാണ്